Welcome students to the next class of marketing management. എല്ലാവർക്കും സുഖമല്ലേ? നന്നായി പഠിക്കുന്നില്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ്, നന്നായി പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. കാരണം നിങ്ങളുടെ ഇന്റേണൽ എക്സാമിൽ എല്ലാവരും ഒരുവിധം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അതിൽ വളരെ സന്തോഷം. നമുക്കിനി പോകേണ്ടത് അടുത്ത ടോപ്പിക്കിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ക്രിയേറ്റിംഗ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ക്രിയേറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ സംബന്ധിക്കുന്നതാണ്? പ്രോഡക്റ്റിനെ സംബന്ധിക്കുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാപ്ചറിങ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ കുറിച്ചിട്ടാണ്. ക്യാപ്ചറിങ് വാല്യൂ. ക്യാപ്ചറിങ് വാല്യൂവിന് വിളിക്കുന്ന വേറൊരു പേരാണ് പ്രൈസിങ്. എന്താണ് പ്രൈസിങ്? എന്താണ് പ്രൈസ്? പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോണിറ്ററി കൺസിഡറേഷൻ ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദാറ്റ് ഈസ് പ്രൈസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ബയർ സെല്ലർക്ക് കൈമാറ്റം ചെയ്യേണ്ട മോണിറ്ററി കൺസിഡറേഷന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈസ്. മോണിറ്ററി ടേംസിൽ മാത്രമേ നമ്മൾ എന്തിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ? പ്രൈസിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. ആൻഡ് ദിസ് പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ അക്വയർഡ് ബൈ ദ ബയർ ബൈ യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ ഗുഡ്സ് ഓർ സർവീസസ്. അല്ലേ, ഒരു പ്രത്യേക വസ്തുവോ അല്ലെങ്കിൽ സേവനമോ ഉപയോഗിക്കുന്നതിലൂടെ ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു വാല്യൂ, ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും എന്ത് ഫിക്സ് ചെയ്യപ്പെടുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ഓഫ് ദാറ്റ് മച്ച് വാല്യൂ, ദ കൺസ്യൂമർ ഷുഡ് പേ മോർ. അതേസമയം കുറവ് വാല്യൂവേ ഉള്ളുവെങ്കിൽ കുറവ് പൈസയെ എന്ത് ചെയ്യേണ്ടി വരുള്ളൂ? കൊടുക്കേണ്ടി വരുള്ളൂ. വി ആർ കൺസ്യൂമിങ് ഡെയിലി പ്രോഡക്ട്സ്, അല്ല, ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കുന്നു, കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിക്കുന്നു, ആൻഡ് വി ആർ പേയിങ് ലെസ് ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ഈസ് ലെസ്. അറ്റ് ദി സെയിം ടൈം വി ആർ കൺസ്യൂമിങ് ആൻഡ് വി ആർ അറ്റ് certain intervals only we are buying certain items, our household items, furnitures, TV, washing machines, etc. Then we have to pay more. The consumer has to pay more because it values more. അതിന് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വസ്തുവിൻ്റെയോ സേവനത്തിൻ്റെയോ വാല്യൂവിനെ അധിഷ്ഠിതമായി തയ്യാറാക്കിയിട്ടുള്ള, ഫിക്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ മോണിറ്ററി കൺസിഡറേഷനെ വിളിക്കുന്ന പേരാണ് പ്രൈസ്. ഈ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്താലാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എളുപ്പത്തിൽ നടക്കുള്ളൂ. എന്താണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ഓർ ദാറ്റ്സ് എ പെർട്ടിക്കുലർ ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്, അല്ലേ? ആൻഡ് വാട്ട് ഈസ് ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്? ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ ഉൾക്കൊള്ളുന്ന 3 കാറ്റഗറി, 3 ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബൈയിങ്, സെല്ലിംഗ് ആൻഡ് അസംബ്ലിംഗ്. Buying, selling and assembling, and this buying as well as selling and also assembling is made possible if there is a medium, that is price. പ്രൈസ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ബൈയിങ് എളുപ്പത്തിലാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു സിറ്റുവേഷൻ, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ചെല്ലുന്നു, അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മളത് വാങ്ങിക്കുന്നത്? എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? സോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇനവിറ്റബിൾ ആയിട്ടുള്ള വേണ്ട ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അത് പ്രൊഡക്റ്റ് ആയിരുന്നു. പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ മാർക്കറ്റിംഗ് നടക്കുള്ളൂ. അതേസമയം ഈ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും വേണം? പ്രൈസിങ് നടത്തുകയും വേണം. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രൈസിൻ്റെ. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് ഈസ് പെയ്ഡ് ഫോർ ബിൽഡിങ്ങിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? റെൻറ്റ് കൊടുക്കുന്നു. ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഫോർ ലോൺ. ആൻഡ് ബാങ്ക്സ് ആർ പെയ്ഡ് ഓൾവേസ് ഇൻട്രസ്റ്റ് ഫോർ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ പ്രൈസിങ്. അതും പ്രൈസിങ് തന്നെയാണ്. ദെൻ ഫെയർ ഈസ് പെയ്ഡ് ഫോർ ടാക്സി, salary is paid for manager, wages for a workman. All these are termed as price. ഇതൊക്കെ പ്രൈസാണ്,
അല്ലേ? നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ എംപ്ലോയി ചെയ്തു, അവർ പണിയെടുക്കുന്നു, അവർക്ക് നമ്മൾ സാലറി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈസ് ഫോർ ലേബറേഴ്സ്. അത് ലേബറേഴ്സിന് കൊടുക്കുന്ന പ്രൈസാണ് അല്ലേ? അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മാനേജറെ അപ്പോയിൻറ്റ് ചെയ്തു, മാനേജർക്ക് നമ്മൾ സാലറി കൊടുക്കുന്നു, അത് മാനേജറുടെ സേവനത്തിനുള്ള പ്രൈസാണ്. ഓക്കെ, സോ എന്ത് തന്നെയായാലും പ്രൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഹിയർ ദർ ഇസ് എ ഡെഫിനിഷൻ ഫോർ പ്രൈസ് ആൻഡ് ഇറ്റ് ഈസ് given by W.J. Stanton. And according to him, price is the amount of money which is needed to acquire in exchange of some combined assortment of product and its accompanying services. ഓക്കെ, ഒരു കൂട്ടം കമ്പൈൻഡ് അസോർട്ട്മെൻറ്റ് ഓഫ് പ്രോഡക്ട്സ്, ഒരു കൂട്ടം പ്രോഡക്റ്റുകൾക്കും അതിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾക്കും വേണ്ടി നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന പൈസയുടെ മൂല്യത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈസ്. ദാറ്റ് ഇസ് എ ഡെഫിനിഷൻ ഫോർ പ്രൈസ് ഗിവൺ ബൈ സ്റ്റാൻഡൺ. Okay, so price is the amount of money which is needed to acquire in exchange of some combined assortment of പ്രൊഡക്റ്റിൻ്റെ എന്താണ് ആ കമ്പൈൻഡ് അസോർട്ട്മെൻ്റ് എന്ന് വിളിക്കാൻ കാരണം? ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വാല്യൂസ് ഉൾക്കൊള്ളുന്ന, ഒരുപാട് വാല്യൂസ് അക്കമ്പനി ചെയ്തിട്ടുള്ള ഒരു കൂട്ടമാണ്. അതുകൊണ്ടാണ് ആ കമ്പൈൻഡ് അസോർട്ട്മെൻ്റ് എന്നുള്ള വാക്ക് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ we are going to analyze the importance of pricing in the marketing function and how it helps the firm, how it helps the business firm and also the consumers and all other elements to conveniently doing all these marketing activities. Okay, so that's the definition. And next we can analyze the objectives of pricing. Why we are pricing and why we are taking that much time to price different products manufactured by us or to price various services offered by us. So എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിനെ എളുപ്പമാക്കുന്ന ഒരു ഫങ്ഷനാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ ദ പ്രൈസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ വർത്ത് ആൻഡ് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. Okay, and at the same time for a business organization this pricing is an important function which will help them to identify or which will help them to fix the profitability of the concern, because a price is an important element which determines the profitability. If we are fixing the right price, the consumers demand will be more and automatically sales will be more and our profitability will also be satisfied. But at the same time if we are fixing a wrong price, conditions ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇമേജിനെ, നമ്മുടെ കോസ്റ്റിനെ ഒക്കെ ബാധിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസിങ് എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ 8 important objectives of pricing. The first one is target rate of return. Rate of return, you may have heard about the term rate of return. What do you mean by rate of return? Every businessman while starting his business will have a concept regarding the rate of return, how much he should acquire from his investment. എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എത്രത്തോളം തിരിച്ചു കിട്ടണം, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് റിട്ടേൺ. വെൻ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജിൽ അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് റേറ്റ് എന്നുള്ള വാക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1000 രൂപ അതിൽ നിന്ന് തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10,000 രൂപ അതിൽ നിന്ന് തിരിച്ചു കിട്ടണം. സോ വി ആർ എക്സ്പെക്റ്റിംഗ് 10% റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? അതിനെ പെർസെൻറ്റേജിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 10% വരും. അതാണ്. അപ്പോൾ ഓരോ ബിസിനസ്മാനും ഉണ്ടാവും ആ ഒരു ഐഡിയ. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. So that rate of return is an important concern while fixing this pricing. The next one, price stabilization is also very important. Price stabilization. And what is price stabilization? Price stabilization means whenever we are doing business, whenever we are supplying products to the consumers always wish to have products that is priced constantly or in a stable manner. That stability is very important.
if the product has an unstable pricing policy, changing pricing methods, or always it is changing, price എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് പോവും. അല്ല, ഒരു തവണ പോയപ്പോൾ 10 രൂപയായിരുന്നു, വേറൊരു തവണ പോയപ്പോൾ 5 രൂപയായിരുന്നു, പിന്നെ പോയപ്പോൾ ഒരു 100 രൂപയായി എന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസ്റ്റബിലിറ്റിയാണ്. സോ ആ ഒരു ഇൻസ്റ്റബിലിറ്റി ഒരിക്കലും ഉണ്ടാവരുത്. സോ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൈസിങ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രൈസിങ് നമ്മൾ ചെയ്യാൻ. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് അഗെയിൻ an important objective for pricing, and you know that. And next one, meeting and preventing competition. കോമ്പറ്റീഷനെ പ്രിവെൻറ്റ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണെന്ന് പറയുന്നത് പ്രൈസിങ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ബേസ് ആയിട്ട് എടുക്കണം. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് ഷെയർ. അല്ലേ, ചില ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ ആയിരിക്കും, ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ മീൻസ് ഹൗ മച്ച് ദേ ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു എ പെർട്ടിക്കുലർ മാർക്കറ്റ്, how much a single business concern contributing to the total market. It may be 20%, 30%, 50%, 80%. So always the businessman wants to increase this market share. So അങ്ങനെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യണം, കൂടുതലാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പ്രൈസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൈസ് ചെയ്യേണ്ടി വരും. എപ്പോഴും ബിസിനസ്മാൻ്റെ ഉദ്ദേശം മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, കുറയ്ക്കുക എന്നുള്ളതല്ല, കൂട്ടുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, സർവൈവൽ ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സർവൈവൽ മീൻസ് ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്ത് പോകണം, നിലനിന്ന് പോകണം, അല്ലേ. നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൈസിങ് ടെക്നോളജീസ് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി പരീക്ഷിക്കേണ്ടി വരും. നമ്മൾ പ്രൈസിങ് നമ്മൾ ഇടയ്ക്ക് താഴ്ത്തേണ്ടി വരും, ഇടയ്ക്ക് നമ്മൾ കൂട്ടേണ്ടി വരും. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, പബ്ലിക് ഇമേജ്, അല്ലേ. ചില പ്രോഡക്ട്സ് ഹൈലി പ്രൈസ്ഡ് ആണ് എന്നുള്ളൊരു ലേബൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എംപ്ലോയീസ് കൺസ്യൂമേഴ്സ് അത് വാങ്ങണമെന്നില്ല. അതുപോലെ തന്നെ വളരെ ലോ പ്രൈസിങ് അതും അത്രയും നല്ലതല്ല. കാരണം ലോ പ്രൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്കാണ് പ്രൈസ് കുറയാന്നുള്ളൊരു ധാരണ പലപ്പോഴും ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ വല്ലാണ്ട് ലോ ആവരുത്, വല്ലാണ്ട് ഹൈ ആവരുത്. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇമേജിനനുസരിച്ച് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് വൺ, റിസോഴ്സ് മൊബിലൈസേഷൻ. റിസോഴ്സുകളുടെ മൂവ്മെൻറ്റ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൈസിങ് ചെയ്യേണ്ടത്. സോ these are the various objectives of pricing. And next we can see the factors influencing pricing decisions, or factors influencing the method of pricing we are choosing. So എന്തൊക്കെയാണ് ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്നുള്ളത് 2 ഫാക്ടേഴ്സായിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോമൺലി നമുക്കവിടെ 2 ഹെഡിങ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാനായിട്ട് സാധിക്കുക. സോ ദേ ആർ internal factors and next one is external factors. And what do you mean by internal factors? Internal factors are factors which are relevant or which are present within the organization. They are internal. External factors means factors that will be present outside the organization. So that is external. So these are the 2 factors which may affect the pricing decisions. And under internal factors there are so many sub factors. They are ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസ്, അവിടുത്തെ റോ മെറ്റീരിയൽസ്, അവൈലബിൾ ആയിട്ടുള്ള മാനേജീരിയൽ എഫിഷ്യൻസി, ലൈക്ക് വൈസ് അവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ, അവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, മാനേജ്മെൻറ്റിൻ്റെ പോളിസി, മാനേജ്മെൻറ്റിൻ്റെ ബിഹേവിയർ, ഇതൊക്കെ ഇൻറ്റേർണലായിട്ട് വരുന്നതാണ്, അല്ലേ. ഈ എല്ലാ ഫാക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് വരിക, പ്രൈസിങ്. റോ മെറ്റീരിയൽ ഭയങ്കര ടൈറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അതന്നെ വളരെ ഹൈ പ്രൈസിനായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പ്രൈസിങ് വളരെ ലോ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും ഒരിക്കലും കുറവ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് കാര്യമില്ല. അതൊരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കില്ല, എന്തേ ഉണ്ടാക്കുള്ളൂ, ലോസ് ഉണ്ടാക്കുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ. 10 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായി, പ്രൈസ് ചെയ്തത് 8 രൂപയാണ്. അപ്പോൾ എത്ര രൂപ നഷ്ടം, 2 രൂപ നഷ്ടം,
അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ പ്രൈസ് ചെയ്യാറുണ്ടോ? പ്രൈസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് അത്രയും ഡിക്ലൈൻ സ്റ്റേജിലാണ്. നിങ്ങൾ സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഡിക്ലൈൻ സ്റ്റേജിലാണ്, ഓൾറെഡി അബാൻഡൻമെൻറ്റ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു പ്രൈസിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷേ ലോസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. കുറച്ച് ലോസ് ചിലപ്പോൾ ഒരു ഷോർട്ട് റണ്ണിൽ സഫർ ചെയ്താലും ലോങ് റണ്ണിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൊരു സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സായിട്ട് വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ സാധാരണ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. അതിലൊന്ന് ഗ്രോത്ത് ഓറിയൻറ്റഡ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ്. ചിലർ ഗ്രോത്താണ് പ്രതീക്ഷിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചിലർ പ്രോഫിറ്റ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിസിൽ എന്ത് ചെയ്യാം? നമുക്ക് പ്രൈസിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിൻ്റെ ബേസ്. പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്, അതാണ് ഏറ്റവും നോർമലായിട്ട് യൂഷ്വലായിട്ട് നമ്മൾ എടുക്കുന്ന ബേസ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൈസിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊക്കെയാണോ അത്. ആൻഡ് നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് മിക്സ്. നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ്, നമ്മുടെ എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയുള്ളതാണ്, നമ്മുടെ പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, പ്രൊമോഷൻ ടെക്നിക്സ് എങ്ങനെയാണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ്, ബാക്കി മൂന്നെണ്ണത്തിനും ബേസ് ചെയ്തിട്ടാണ് പ്രൈസിങ് എന്ന് പറയുന്ന കമ്പോണൻറ്റ്, മാർക്കറ്റിംഗ് മിക്സിൻ്റെ കമ്പോണൻറ്റ് എന്ത് ചെയ്യുക വരിക. ആൻഡ് നെക്സ്റ്റ് വൺ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. എത്രത്തോളം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടേം ഇനി പഠിപ്പിച്ചു തരണോ? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ കോമ്പറ്റീറ്റർ 10 രൂപ ഇട്ടാൽ നമ്മളൊരു 8 രൂപ ഇടും, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ 15 രൂപ ഇട്ടാൽ നമ്മളൊരു 25 രൂപ ഇടും. സോ ഇതിൽ നിന്നൊക്കെ നമ്മുടെ പ്രോഡക്റ്റിനെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ലൈക്ക് വൈസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ അതിനനുസരിച്ച് ഓരോ സ്റ്റേജിനനുസരിച്ച് പല സ്ട്രാറ്റജീസും പ്രൈസിങ് സ്ട്രാറ്റജീസും നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരും. സോ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സായിട്ട് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം, കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റിംഗ് മിക്സ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇനി ഇൻറ്റേർണൽ അല്ലാത്ത കുറച്ച് ഫാക്ടേഴ്സും കൂടി അവിടെ പറയുന്നുണ്ട്. അതിനെ കോമൺലി വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ തന്നെ വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഡിമാൻഡിനനുസരിച്ചിട്ടാണ് പ്രൈസിങ് നമ്മൾ ചെയ്യുക. പ്രോഡക്റ്റും എൻ്റെ പ്രൈസിങ്ങും ഡിമാൻഡും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ എക്കണോമിക്സ് പഠിച്ചപ്പോൾ തന്നെ അതിൽ ഡിമാൻഡ് തിയറിയെക്കുറിച്ചും പ്രൈസിങ് പോളിസീസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡിൻ്റെയും പ്രൈസിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിയാം, അല്ലേ? എത്ര പ്രൈസ് കുറഞ്ഞാലും കൂടിയാലും ഡിമാൻഡിൽ യാതൊരു വ്യത്യാസവും വരില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കുറവ് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഫിക്സ് ചെയ്യാം. അവിടെ പ്രശ്നം അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾക്ക് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിന് നമ്മളൊരു പേര് പറയും. അതെന്താ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാകുന്നു, അതാണ് ഇലാസ്റ്റിസിറ്റിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. എത്ര പ്രൈസ് കൂടുതലിട്ടാലും ഡിമാൻഡിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് എന്തുണ്ടെന്ന് നമ്മൾ പറയുക? പ്രൈസ് ഇനലാസ്റ്റിക് ആണെന്നാണ് നമ്മൾ പറയുക. പ്രൈസ് ഇനലാസ്റ്റിക്. അതേസമയം കുറച്ചൊന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മതി, ഡിമാൻഡ് വളരെയധികം കുറയും എന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇനലാസ്റ്റിക് ആയിരിക്കാം, രണ്ടിൻ്റെയും ബേസിസിൽ ആ ഡിമാൻഡിൻ്റെ പോക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് ചെയ്യേണ്ടി വരും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും പലവിധ കാരണങ്ങളാലാണ്. അതിൽ മേജറായിട്ടുള്ള ഒരു കാരണമാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റീഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമുക്കൊരു റോങ് വേയിലൂടെ നമുക്കൊരിക്കലും പോകാനായിട്ട് എല്ലാവരും പോകുന്ന വഴി കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ നിന്ന് ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക്
മാറ്റങ്ങൾ വരുത്താമെന്നല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് എന്തിൽ വ്യത്യാസം വരും, പ്രൈസിങ്ങിൽ വ്യത്യാസം വരും. നെക്സ്റ്റ് വൺ ബയേഴ്സിൻ്റെ ബൈയിങ് ഹാബിറ്റ്, കൺസ്യൂമർ ബിഹേവിയർ, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, ഇതൊക്കെ തീർച്ചയായിട്ടും എന്തിനെ ബാധിക്കും, പ്രൈസിങ്ങിനെ ബാധിക്കും. നെക്സ്റ്റ് വൺ സപ്ലയേഴ്സും പ്രശ്നമാണ്. റോ മെറ്റീരിയൽസിൻ്റെ സപ്ലയേഴ്സ്, ഫിനാൻസിൻ്റെ സപ്ലയേഴ്സ്, മെഷീനറിയുടെ സപ്ലയേഴ്സ്, ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തിനെ ബാധിക്കുന്നുണ്ട്, പ്രൈസിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഹൈ കോസ്റ്റിൽ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചെങ്കിൽ പ്രൈസിന് അതെന്ത് ചെയ്യും, ബാധിക്കും. മെഷീനറി മാനുഫാക്ചർ ചെയ്യാനായിട്ട് മെഷീനറി ഹൈ കോസ്റ്റിലാണ് നമ്മൾ വാങ്ങിച്ചത്, തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണ്, അതിനനുസരിച്ച് ചില രാജ്യങ്ങളിലൊക്കെ വളരെ ചെറിയ റേറ്റിൽ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എക്കണോമിക് സിസ്റ്റം അതിനനുസരിച്ച് സ്ട്രോങ് ആണ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇൻഡിവിജ്വൽസും അത് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ പ്രൈസ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഗവൺമെൻറ് റെഗുലേഷൻസിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പ്രൈസ് ചെയ്യാനായിട്ട്. തോന്നിയ പ്രൈസൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാനായിട്ട് സാധിക്കില്ല. ഗവൺമെൻറ് അതാത് കാലങ്ങളിൽ ഇറക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്ത്. അപ്പം ഇങ്ങനെ എക്കണോമിക് ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള, ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ബേസിസിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൈസിങ് നടത്തേണ്ടി വരും. അപ്പോൾ ഇത്രയും 2 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൈസിങ്ങിൻ്റെ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് how we can set up a price, or what are the important steps in price determination. പ്രൈസ് ഡിറ്റർമിനേഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈസിങ് ഒബ്ജക്റ്റീവ് തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കുക. പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, പ്രൈസിങ് നടത്തുന്നതിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്. പ്രോഫിറ്റ് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതോ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ സർവൈവൽ ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒബ്ജക്റ്റീവ്? ആ ഒബ്ജക്റ്റീവ് നമുക്ക് മനസ്സിലായാൽ പിന്നെ പ്രൈസിങ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. സോ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ ഈസ് ഡിറ്റർമിൻ ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഡിമാൻഡ് അനാലിസിസ് ആണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിമാൻഡ് അനാലിസിസ്, ഡിമാൻഡിനെ കുറിച്ച് മനസ്സിലാക്കുക, ഡിമാൻഡിനെ കുറിച്ച്, കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ച്, അവരുടെ ടേസ്റ്റിനെ കുറിച്ച്, പ്രിഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഡിമാൻഡ് അനാലിസിസ്. ആൻഡ് ദർ ഈസ് ഡിമാൻഡ് അനാലിസിസിൻ്റെ ഏകദേശം അവസാനത്തെ സ്റ്റെപ്പ് ആവുന്തോറും നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തും. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ പറ്റും ഇത്രയും യൂണിറ്റ്സ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഡിമാൻഡിനെ പൂർണ്ണമായിട്ടുള്ള തോതിൽ പഠിക്കുക. എപ്പോഴാണ് അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്, എപ്പോഴാണ് ആ ഒരു ഷിഫ്റ്റിംഗ് ഓഫ് ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, എത്രത്തോളം ലോയലായിട്ടുള്ള കൺസ്യൂമേഴ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, ഇതൊക്കെ നമ്മളവിടെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കോസ്റ്റുകളുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കവർ ചെയ്ത് എത്ര മാർജിൻ ഇട്ടിട്ട് വേണം നമ്മൾ പ്രൈസിങ് നടത്താൻ. സോ ആ കോസ്റ്റ് മെത്തേഡ്സ്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ലേബറേഴ്സിന് എത്ര കൊടുക്കണം, മെറ്റീരിയൽസ് വാങ്ങാൻ എത്ര കൊടുക്കണം, ബാക്കി ഓവർ ഹെഡ് ചാർജസ് എത്ര വരുന്നുണ്ട്, നമുക്കറിയാം അല്ലേ? ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോസ്റ്റ് കമ്പോണൻസ്. ഇതിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യണത്, തീരുമാനിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നെക്സ്റ്റ് വൺ ആൻറ്റിസിപ്പേറ്റിംഗ് ദ കോമ്പറ്റീറ്റീവ് റിയാക്ഷൻസ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ റിയാക്ഷൻ when we are introducing the new product to the market by fixing a particular price, what will be the reaction of our competitors or substitute products എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടി വരും, അല്ലേ? ഒരു പർട്ടിക്കുലർ പ്രൈസ് ഇട്ടിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻസ്? കൺസ്യൂമേഴ്സ് അതിനോട് മുഖം തിരിച്ച് നിൽക്കുമോ? കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം അറഗൻ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം.
And next one, establish expected share of the market. And we should also determine, അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ നമ്മുടെ മാർക്കറ്റ് ഷെയർ എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. എത്രത്തോളം മാർക്കറ്റ് ഷെയർ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഞാൻ നേരത്തെ അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നു. മാർക്കറ്റിൻ്റെ എത്ര ഭാഗം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. ടോട്ടൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 കൺസ്യൂമേഴ്സ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1000 പേർക്കും നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മാർക്കറ്റ് ഷെയർ 100% ആണെന്നാണ്. അതായത് നമ്മൾ സോൾ മാനുഫാക്ചററാണ്, നമ്മൾ മാത്രം അവിടെ ഉള്ളൂ. അതേസമയം 1000 കൺസ്യൂമേഴ്സ് അവിടെ ഉണ്ട്, അതേസമയം നമ്മൾ കൊടുക്കുന്നത് വെറും 500 കസ്റ്റമേഴ്സിനാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് വെറും 50%. അപ്പോൾ നമ്മൾ എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ഷെയർ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസിങ് നമ്മൾ നടത്തണം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഷെയർ എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവലോകനം നടത്തേണ്ടത്, അത് ഓർഗനൈസേഷൻ്റെ പോളിസിക്ക് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യപ്പെടും. സോ അത് നമ്മൾ തീരുമാനിക്കണം. നെക്സ്റ്റ് വൺ, സെലക്ടിങ് ദ പ്രൈസിങ് സ്ട്രാറ്റജി മെത്തേഡ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. നിങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് പ്രൈസിംഗ് ഉണ്ട്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്, കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്, അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിൽ ഏത് വേണം? കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മിക്കവാറും ഒരുവിധം എല്ലാ ഓർഗനൈസേഷൻസും സെലക്ട് ചെയ്യുന്നത് കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. അപ്പോൾ അത് മതിയോ? നമ്മൾ ആ ഒരു രീതിയിൽ പോയാൽ മതിയോ? അതല്ല ഒരു ഗോയിങ് റേറ്റ് മെത്തേഡ് നമ്മൾ നോക്കിയാൽ മതിയോ? ബാക്കി എല്ലാവരും ചെയ്യുന്നത് പോലെ അതേ രീതിയിൽ പോയാൽ മതിയോ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സോ ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു ടൈപ്പ് ഓഫ് പ്രൈസിങ് ഇറ്റ് ഷുഡ് ബി ഡിറ്റർമിൻ. ആൻഡ് നെക്സ്റ്റ് വൺ, കൺസിഡർ കമ്പനീസ് പോളിസീസ് ഓൾസോ. കമ്പനിയുടെ പോളിസി എന്തിനോടനുബന്ധിച്ചിട്ടുള്ള പോളിസിയാണ്? പ്രൈസിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, റിലേറ്റിംഗ് ടു പ്രോഡക്റ്റ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷണൽ മെത്തേഡ്സ് അല്ലേ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എത്ര ചാനൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് ഹോൾസെയിലേഴ്സ്, ആരൊക്കെയാണ് റീറ്റെയിലേഴ്സ്, പ്രൊമോഷണൽ ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇതും നമ്മൾ നോക്കേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് വൺ, സെറ്റിംഗ് ദ പ്രൈസ്. ആൻഡ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ദീസ് ഫാക്ടേഴ്സ് we should fix a particular price. That's also an important step. So these are the 8 important steps required for the setting up of a price for the product or service. Okay, and our next topic is pricing policies. And mainly there are 4 important pricing policies. They are, first one is cost oriented pricing policy, second one is a demand oriented pricing policy, third one is competition oriented policy, and last one is value oriented policy. Here in these 4 policies, the most important and most popular one is, the first one is, that is cost oriented method or cost oriented pricing policy. Then we can see one by one. And what is cost oriented method? In cost oriented method, the basic factor or base of pricing is always cost. And based on the character or which type of cost we are selecting, it can be of different types. And there are mainly 4 important types of cost oriented pricing policies. And the first one is cost plus pricing, second one is target pricing, third one is marginal cost pricing, and the last one is break even pricing. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിയാണ്. അതിൽ തന്നെ ഏറ്റവും 4 തരം പ്രൈസിങ് പോളിസീസ് അവിടെ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ കോസ്റ്റിൻ്റെ പുറത്തൊരു സർട്ടൺ മാർജിൻ നമ്മൾ ഇടുന്നു, അത് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേണിനെയൊക്കെ ബേസ് ചെയ്ത്, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ബേസ് ചെയ്ത് ഒരു മാർജിൻ നമ്മൾ ഇടുന്നു. അതാണ് ആ മാർജിൻ ഇട്ടതിന് ശേഷം വരുന്ന പ്രൈസ് എത്രയാണോ, വരുന്ന എമൗണ്ട് എത്രയാണോ, അതാണ് എന്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു 8 ആൻഡ് അവർ മാർജിൻ ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 2. Then 8 plus 2 is equal to 10. So 10 will be our price. So that is cost plus pricing. And the next one is target
pricing. And what is target pricing? Target pricing means, here target means we are targeting a particular rate of return. ഒരു particular rate of return നമ്മൾ എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് ചെയ്യുന്നു. ആ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റിനെയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് പ്രൈസിങ്. അതായത് ഈ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. ഇപ്പോൾ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അല്ല നമ്മൾ അടുത്ത കൊല്ലം പ്രതീക്ഷിക്കുന്നത്. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ആ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല നമ്മൾ പ്രതീക്ഷിക്കുക. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അതല്ല നമുക്ക് ഉണ്ടാവുക. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ടാർഗറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെ ബേസ് ചെയ്തിട്ടാണ് ടാർഗറ്റഡ് പ്രൈസിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ആൻഡ് വാട്ട് യു മീൻ ബൈ മാർജിനൽ കോസ്റ്റ്? What is marginal cost? What is marginal cost? Marginal cost is also called as variable cost. And you know that there are two types of cost in cost structure. They are fixed cost and variable cost. Fixed and variable. But what is the peculiarity of fixed cost? Fixed cost ന്റെ പ്രത്യേകത എന്താണ്? വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ പ്രത്യേകത. ഫിക്സഡ് കോസ്റ്റ് വിൽ ബി ഓൾവേസ് ഫിക്സഡ്. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതേസമയം വേരിയബിൾ കോസ്റ്റ് എപ്പോഴും വേരിയബിൾ ആയിരിക്കും. ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അതായത് ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 യൂണിറ്റ് ഉണ്ടാക്കാനും 30,000 രൂപ, 20,000 യൂണിറ്റ് ഉണ്ടാക്കാനും 30,000 രൂപ, 1,00,000 യൂണിറ്റ് ഉണ്ടാക്കാനും 30,000 രൂപ. സാധാരണ ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ്, മെഷീനറി ഇതിൻ്റെയൊക്കെ കോസ്റ്റാണ് സാധാരണ ഫിക്സഡ് ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് ചേഞ്ച് ചെയ്താലും, പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി എത്ര കൂടിയാലും കുറഞ്ഞാലും ഒരേ എമൗണ്ട് തന്നെയാണ് നമുക്ക് ചിലവാകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ്. ഫിക്സഡിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാത്രമേ ഫിക്സഡ് ഉള്ളൂ. ഫിക്സഡ് കോസ്റ്റ് അതിൻ്റെ ടോട്ടൽ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് എന്താണ്? വേരിയബിളാണ്. അതിലേക്ക് പോകണ്ട. ഫിക്സഡ് എന്താണ് എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മറ്റതും അറിയേണ്ടതാണ്, മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് വൺ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. 10,000 യൂണിറ്റ് ഉണ്ടാക്കാൻ 10,000 രൂപ, 20,000 യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 20,000 രൂപ, 30,000 യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 30,000 രൂപ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ക്വാണ്ടിറ്റി കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്? കോസ്റ്റ് കൂടുന്നുണ്ട്. അങ്ങനെയുള്ള കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ നമ്മൾ നമ്മുടെ പ്രൈസിങ് ടെക്നിക്കിൻ്റെ പേര് നിന്ന മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ? മാർജിനൽ കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ പ്രൈസിങ് നടത്തുന്നുണ്ടെങ്കിൽ, ഫിക്സഡ് കോസ്റ്റിനെ മുഴുവനാക്കി ഒഴിവാക്കി വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിസിൽ മാത്രം നമ്മൾ പ്രൈസിങ് നടത്തുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ദെൻ അവിടെ ഒരു പ്രൈസിങ് മെത്തേഡും കൂടിയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൺ പ്രൈസിങ്. ആ ഒരു പ്രൈസിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രേക്ക് ഈവൺ പ്രൈസിങ്. എന്താണ് ബ്രേക്ക് ഈവൺ പ്രൈസ്? ബ്രേക്ക് ഈവൺ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ വലിയൊരു ടോപ്പിക്കാണത്. എന്താണ് ബ്രേക്ക് ഈവൺ പ്രൈസിങ്? ബ്രേക്ക് ഈവൺ പ്രൈസിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് മാത്രമേ കവർ ചെയ്യുള്ളൂ. 2 തരം കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു പ്രൈസ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അതാണ് പ്രൈസ്. ഫിക്സഡ് കോസ്റ്റ് 5 രൂപ, വേരിയബിൾ കോസ്റ്റ് 3 രൂപ, ദെൻ പ്രൈസ് വിൽ ബി 8. സോ അതിൻ്റെ പ്രത്യേകത എന്താ? ലാഭമില്ല. ലാഭമുണ്ടോ? ലാഭമില്ല. ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. കോസ്റ്റാണ് റവന്യൂ. ദർ ഇസ് നോ പ്രോഫിറ്റ്, നോ ലോസ്. പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ലാത്തൊരു സ്റ്റേജിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. ആ പോയിന്റിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് ആണ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. അപ്പോൾ ബ്രേക്ക് ഈവൺ പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭമില്ല, നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കോസ്റ്റ് മാത്രം ആണ് കൺസ്യൂമറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രേക്ക് ഈവൺ പ്രൈസിങ്. അപ്പം ഇങ്ങനെ 4 തരം
കോസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണുള്ളത്, കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. നെക്സ്റ്റ് വൺ ടാർഗറ്റ് പ്രൈസിംഗ്, നെക്സ്റ്റ് വൺ മാർജിനൽ കോസ്റ്റ് pricing, and last one is break-even pricing. And here in these four, the first one is popular, that is cost plus pricing. Okay, and next one is demand-oriented pricing policy. Demand-oriented, whenever we are pricing the product according to the demand of the product and analyzing the price elasticity of demand. And earlier we have discussed about price elasticity of demand. Price elasticity means whenever there is a short increase or decrease in the price of a particular product, either it decreases or increases the demand, then we can call it as price elasticity. But at the same time, if there is no change in the quantity demanded, whatever increase or decrease we are done in the price of a product, we can call it as a price inelasticity. Price inelasticity, ആ ഒരു ഇതിനെയാണ് പ്രൈസ്. ഈ രണ്ട് കോൺസെപ്റ്റുകളും നമ്മൾ ഒരു ഹെഡിങ്ങിലാണ് പഠിക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റികത എന്നുള്ളത് അല്ലേ. പ്രൈസിൽ ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഡിമാൻഡ് വളരെ പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി അല്ലേ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടർ അത് ഇലാസ്റ്റിസിറ്റി ഉള്ളതാണോ അതോ ഇനലാസ്റ്റിക് ആണോ എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൈസിങ് നടത്തുകയാണെങ്കിൽ അല്ലേ, ഇനലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ഗുണം എന്താ, എങ്ങനെ വേണമെങ്കിലും പ്രൈസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ലെസ് പ്രൈസ് ഇടാം, ഹൈ പ്രൈസ് ഇടാം, നോർമൽ പ്രൈസ് ഇടാം, നോ മാറ്റർ, സെയിം ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇലാസ്റ്റിക് ആണെങ്കിലോ നമ്മൾ നോക്കിയും കണ്ടും വേണം ഇടാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നമ്മൾ പ്രൈസിങ് ഇൻക്രീസ് ചെയ്താൽ ചിലപ്പോൾ ഡിമാൻഡ് കുത്തനെ എന്ത് ചെയ്യും, ഇടിയും. സോ ദാറ്റ് ഈസ് ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. And next one is competition oriented pricing policy. By seeing or by going through the pricing policies adopted by our competitors, we can do our own pricing policy. And competition basis il nammade substitutes സാധാരണ ഒരു ഗോയിങ് റേറ്റ് പോളിസിയാണ് നമ്മൾ നോക്കാറുള്ളത്. കോമ്പറ്റീറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഫിക്സ് അല്ലെങ്കിലാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 10 രൂപ ഇടണോ, ഞാൻ 8 രൂപ മാത്രം ഇടണോ. സോ മറ്റുള്ളവർ തന്നെ സമ്മതിക്കുമോ, അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. സോ അതാണ് ഈ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാല്യൂ ബേസ്ഡ് ഓർ വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പോളിസി. വാല്യൂ ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വാല്യൂ നമ്മൾ സാധാരണ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, എന്താ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്? ഒരു പ്രോഡക്റ്റിൽ തന്നെ അതിൻ്റെ ബേസ് പ്രോഡക്റ്റ് വിട്ട് എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള സർവീസ്, എത്രത്തോളം വാല്യൂസ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ കൺസ്യൂമർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ, അതാണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ആ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ബേസ്ഡ് ഓർ വാല്യൂ ഓറിയൻറ്റഡ് പ്രൈസിങ്. സോ ഇങ്ങനെ 4 തരം പ്രൈസിങ്ങിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. പ്രൈസിങ് പോളിസീസ് ആണിത്. പ്രൈസിങ് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a certain set of rules and guidelines which will help the management to decide or to take the decision relating to pricing. പ്രൈസിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൈസിങ് പോളിസീസ്. ഓക്കെ, സോ അതിനനുസരിച്ച് ഈ പോളിസീസിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് പ്രൈസ്, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. അതിനോടനുബന്ധിച്ച് പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ, ഹൗ വി ക്യാൻ സെറ്റ് അപ്പ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്, ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് പോളിസീസ്. ആൻഡ് the rest of the chapter topics we can see in the next class. Until then, goodbye. Thank you.